നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമാകുന്നു. സുഖവും ദുഃഖവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറി മാറി വരുന്നതുമാകുന്നു. എന്നാൽ എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ, ഈശ്വരനായി നൽകാൻ പോകുന്ന ആ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് പറയുവാൻ സാധ്യമല്ല. എന്തെല്ലാം കാര്യങ്ങൾ വന്നു ചേരും തുടങ്ങിയ കാര്യങ്ങൾ പലർക്കും മുൻകൂട്ടി പ്രവചിക്കുവാൻ സാധ്യമല്ല. എന്നാൽ തൊടുകുറിയിലൂടെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നിവിടെ തന്നിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ അഥവാ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ആദ്യത്തെ പുഷ്പം ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെമ്പരത്തിയാകുന്നു. രണ്ടാമത്തെ പുഷ്പം ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റിയാകുന്നു. ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിനായി ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദേവിയെ പ്രാർത്ഥിക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് സൗഭാഗ്യം തേടിയെത്തണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് 2 പുഷ്പങ്ങളിൽ ആദ്യം കാണുന്ന പുഷ്പം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ പുഷ്പമായ ചെമ്പരത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മാർഗ തടസ്സങ്ങളുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാകുന്നു. ആ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കണം, നേട്ടങ്ങൾ കൊയ്യണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. കഠിനമായി പ്രയത്നിക്കുവാൻ തയ്യാറാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. കഠിന പ്രയത്നത്താൽ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യം നിറഞ്ഞ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യമാകുന്നു. അബദ്ധങ്ങൾ പിണയുന്നത് എടുത്തുചാട്ടത്തിലൂടെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തു ചാടുകയും ലാഭം മുന്നിൽ കണ്ട് നിങ്ങൾ എടുത്തു ചാടുകയും അത് നിങ്ങൾക്ക് വിനയായി മാറുകയും ചെയ്യാവുന്നതാണ്. അതിനാൽ ഒരു കാരണവശാലും എടുത്തു ചാടാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റുള്ളവർക്ക് ഉയർച്ച നൽകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് തന്നെ ഇത്തരത്തിൽ ഉയർച്ച നൽകുവാൻ നിങ്ങളാൽ സാധിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വളരെ സത്യസന്ധരാകുന്നു. അതിനാൽ തന്നെ പലപ്പോഴും നിങ്ങളെ മറ്റുള്ളവർ മുതലെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. എന്നാൽ ശുഭാപ്തി വിശ്വാസം ഒരു കാരണവശാലും നിങ്ങൾ കൈവിടാൻ പാടുള്ളതല്ല. ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹിച്ച നിരവധിയാർന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾ ഒന്നും തന്നെ ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട, നിങ്ങൾക്ക് അവകാശപ്പെട്ട ആ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ചതി അതേപോലെ തന്നെ എടുത്തുചാട്ടം, ഇവ രണ്ടും നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നതാണ്. അതിനാൽ എടുത്തുചാടി ഒരു കാര്യവും തീരുമാനത്തിൽ എടുക്കുവാൻ പാടുള്ളതല്ല, അഥവാ തീരുമാനം കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇഷ്ടദേവതയെ, ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ മുക്കുറ്റിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്.
അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയെക്കുറിച്ച് ആശങ്ക, അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭയപ്പാടുകളുണ്ട്. കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമോ തുടങ്ങിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ഭയം ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഭയം പാടുള്ളതല്ല എന്ന കാര്യമാകുന്നു. ഭയത്താൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കാതെ നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ മാറ്റങ്ങൾ നൽകുന്ന നിരവധിയാർന്ന അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. എന്നാൽ ഈ അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നതിന് കാരണമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ മനക്ലേശങ്ങളുണ്ട്. അതേപോലെ തന്നെ നെഗറ്റീവായ ചിന്തകൾ പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കും എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും തന്നെ മനസ്സിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുകയാണ് എങ്കിൽ അത് നടക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ ആഗ്രഹങ്ങൾ നടക്കും. മറ്റുള്ളവരിൽ നിന്നും പ്രശംസ പോലും നേടിയെടുക്കുവാൻ സാധിക്കും വിധം നിങ്ങൾക്ക് വളരുവാൻ സാധിക്കും. 2 മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വെപ്രാളം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുകയാണ് എങ്കിൽ ആ കാര്യം പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ ആ കാര്യം പെട്ടെന്ന് വേണം എന്നീ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരുന്നതാകുന്നു. ഇത് നിങ്ങളെ കുഴപ്പത്തിലാക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ തന്നെ ശാന്തമായ ചിന്തയാണ് നിങ്ങൾക്ക് ആവശ്യം. ശാന്തമായ ചിന്തയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ്. എന്നാൽ ആ കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആ സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നേടുവാനും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും സാധിക്കും. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്നില്ല. അതിനാൽ തന്നെ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക.